നീലകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം സപ്തമോധ്യായ. രാജോവാച യേന യേനാവതാരേണ ഭഗവാൻ ഹരിരീശ്വര കരോതി കർണരമ്യാണി മനോജ്ഞാനി ച നഃ പ്രഭോ. പരീക്ഷിത്ത് കഴിഞ്ഞ അധ്യായത്തിൽ ആ ഭഗവാന്റെ പൂതനാമോക്ഷം എന്നുള്ള ലീല കേട്ടിട്ട് ആനന്ദത്തോടു കൂടിയിട്ട് ആ ശ്രീ സുബ്രഹ്മണ്യോട് ചോദിക്കുകയാണ്, ഹേ പ്രഭോ, പ്രഭാവശാലിയായിട്ടുള്ള ഹേ ബ്രഹ്മൻ, ഈശ്വര ഭഗവാൻ ഹരി, ഈശ്വരനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു, ഏന അവതാരേണ, ഏതേത് അവതാരത്താൽ കരോതി എന്തെല്ലാം ചെയ്യുന്നുവോ അവയൊക്കെ ന കർണരമ്യാണ്, ഞങ്ങളുടെ ചെവികൾക്ക് അത്യന്തം സുഖാവഹങ്ങളാണ് എന്ന് മാത്രമല്ല മനോജ്ഞാനിജ, മനസ്സിന് ആനന്ദപ്രദങ്ങളും ആണ്. യൽ ശൃണ്വതോ വൈദ്യരതിർവിതൃഷ്ണ സത്വം ച ശുദ്ധ്യത്യജിരേണ പുംസ ഭക്തിർഹരൗ തത്പുരുഷേ ച സഖ്യം തദേവഹാരം വദമന്യസേച്ചേൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൽ ശൃണ്വത പുംസ, ഈ ഭഗവത് കഥകള് കേൾക്കുന്ന ഏതൊരാളുടെയും അരതി മനസ്സിൻ്റെ അശ്രദ്ധയും വിതൃഷ്ണ പലതരം ആശകളും അവൈതി അറ്റുപോകുകയും സത്വം ശുദ്ധ്യതിക അന്ധക്കരണം ശുദ്ധമായി തീരുകയും അതോടൊപ്പം എന്തുണ്ടാവും ഹരോ ഭക്തി ഭഗവാനിൽ ഭക്തിയും തൽപുരുഷേ സഖ്യം ച ഭഗവത് ഭക്തന്മാരിൽ മൈത്രിയും അചിരേണ അധികം വൈകാതെ ഉണ്ടാവുകയും ചെയ്യുന്നുവോ മന്യസി അങ്ങ് വേണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ തൽ ഹാരമേവ ആ ഹരികഥ തന്നെ വധ തുടർന്നും പറഞ്ഞു തന്നാലും. കാരണം ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്ന് കഴിഞ്ഞാൽ തന്നെ വീണ്ടും എന്തുണ്ടാവും, ഭക്തി ഉണ്ടാവും, മറ്റുള്ള കാര്യങ്ങളിൽ വിരക്തി അതായത് വൈരാഗ്യം ഉണ്ടാവും. ഒപ്പം തന്നെ എന്താണ് ഭഗവത് ഭക്തന്മാരിലും ഭഗവാനിലും രതിയും ഉണ്ടാവും. അതുകൊണ്ട് അത്തരം കഥകൾ വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് പറയുകയാണ്. അത് അന്യത വികൃഷ്ണസ്യ തോകാചരിതമദ്ഭുതം മാനുഷം ലോകമാസാദ്യ തജ്ജാതിം അനുരുന്ധത. അഥാ പിന്നെ മാനുഷം ലോകം ആസാദ്യ, ഈ മനുഷ്യലോകത്തെ പ്രാപിച്ചിട്ട് തജ്ജാതിം അനുരുന്ധത, ആ മനുഷ്യന്റെ പ്രവൃത്തികളെ അനുകരിച്ചു കൊണ്ടിരുന്ന കൃഷ്ണസ്യ ശ്രീകൃഷ്ണന്റെ അന്യൽ തോകാചരിതം അവി മറ്റുള്ള ബാലലീലകളെ കൂടി പറഞ്ഞു തരിക എന്നാണ് പരീക്ഷിത് ശ്രീ ശിവബ്രഹ്മനോട് പറയണത്. ശ്രീ ശിവോവാച കഥാചിൽ ഔത്ഥാനിക കൗതുകാപ്ലവേ ജന്മക്ഷയോഗേ സമവേദയോഷിതം വാദിത്രഗീതദ്വിജമന്ത്രവാചകൈർ ചകാരസൂനോ അഭിഷേചനം സതി. ശ്രീ ശിവബ്രഹ്മർഷി ഭഗവാന്റെ ഓരോ ലീലയായിട്ട് അങ്ങനെ പറയാൻ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ഈ പൂതനാമോക്ഷം കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാന്റെ ആ ശകടാസുരവധാണ്. കഥാചിൽ ഒരിക്കല് ജന്മക്ഷയോഗി, ആ ഭഗവാന്റെ ജന്മനക്ഷത്രം പക്കപ്പിറന്നാളെന്നൊക്കെ പറയുന്നത് വന്ന ഔത്ഥാനിക കൗതുക പ്രയോഗം, അതായത് ഔത്ഥാനികം എന്നുള്ള ആ മംഗളസ്നാനത്തിൽ സമവേദയോഷിതം അവിടെ സമ്മേളിച്ച ഗോപസ്ത്രീകളുടെ ഇടയിൽ വെച്ച് സതീരത്നമായുള്ള യശോദ വാദിത്രഗീത ദ്വിജമന്ത്രവാചകൈ എന്ന ആ പക്കപ്പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വാദ്യങ്ങൾ ഗാനങ്ങൾ അതുമാതിരി ബ്രാഹ്മണരുടെ വേദമന്ത്രോച്ചാരണം ഇങ്ങനെയെല്ലാം ചടങ്ങുകളോടുകൂടി സോനോ അഭിഷേചനം ചകാര, ഉണ്ണിക്ക് വേണ്ട രീതിയിലുള്ള മംഗള സ്നാനങ്ങളൊക്കെ ചെയ്തു. അതാണ് ഉണ്ണി കണ്ണൻ മെല്ലെ
എന്താണ് കമിഴ്ന്ന് കിടന്ന് ഉറപ്പിച്ച് തലപൊക്കണ അതായത് ഒരു രോഹിണി ദിവസമാണ് ഏതാണ്ട് 4-5 മാസം കഴിഞ്ഞ സമയത്താണെന്നാണ് ആ കവിഴ്ണ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കേമായിട്ടൊരു ഉത്സവം നടത്തിയെന്നാണ് അന്നാണ് ഈ സംഭവം ഉണ്ടായത്. നന്ദസ്യ പത്നി കൃതമജ്ജനാദികം വിപ്രൈകൃതസ്വസ്ത്യയനം സുപൂജിതൈ അന്നാദ്യവാസസ്രഗഭീഷ്ടതേരുവി സഞ്ജാതനിദ്രാക്ഷമശീശയൈ. നന്ദസ്യ പത്നി യശോദ കൃതമജ്ജനാദികം അന്നാദ്യവാസ സ്രഗഭീഷ്ടതേനുവി നല്ല സ്ഥാനമൊക്കെ കുളിച്ച് വന്നിട്ട് ചെയ്തു വന്നിട്ടുള്ള എന്താണ് ആഹാരം, വസ്ത്രം, മാല, പശുക്കൾ മുതലായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വസ്തുക്കളാൽ സുപൂജിതൈ വിപ്രൈ നന്നായി വന്നു ബ്രാഹ്മണ വയ്ക്കുന്ന അവരെയൊക്കെ സൽക്കരിച്ചു. എന്നിട്ട് അവരാൽ കൃതസ്വസ്തിയേന ഉണ്ണിക്ക് ആശീർവാദങ്ങളൊക്കെ നൽകി. അങ്ങനെയുള്ള ഇതൊക്കെ കഴിഞ്ഞവളിക്ക് ഉണ്ണിക്കുട്ടിന് ഉറക്കം വരാൻ തുടങ്ങി. സഞ്ജാത നിദ്ര ഉറക്കം വന്ന അങ്ങനെ കണ്ണുകളോടി ആ പുത്രനെ ശനൈ അശീശയൽ വേഗം തന്നെ ആ മുല കൊടുത്ത് മെല്ലെ കടത്തി ഉറക്കി. ഔത്ഥാനികോത്സുക്യമനാമനസ്വിനി സമാഗതൻ പൂജയതി വ്രജൗകസ നൈവാശുണോദ്വൈ രുദിതം സുതസ്യ ച രുദൻ സ്ഥനാർത്തി ചരണാവുദക്ഷിവൽ. ഔത്ഥാനിക ഉത്സുക്യമന ഈ ഔത്ഥാനികം എന്നുള്ള ഈ പിറന്നാളിന് ഉള്ള കർമ്മത്തിൽ അതിലുള്ള ഉത്സാഹവും അതിലുള്ള എന്താണ് ശ്രദ്ധയും അതിൽ കൂടുതലായിരുന്നു കൊണ്ട് എന്തുണ്ട് ഈ മനസ്വിനി മനസ്വിനിയായിട്ടുള്ള ഉദാരവതിയായിട്ടുള്ള അവള് യശോദ സമാഗതാൻ വ്രജൗകസം വന്നു ചേർന്നുള്ള ഗോകുലവാസികളെയൊക്കെ പൂജ ചെയ്ത് സൽക്കരിക്കുന്നതിൽ മുഴുകിയിരിക്കുക കൊണ്ട് സുതസ്യ രുദിതം ഉണ്ണിയുടെ നിലവിളി കേട്ടില്ല എന്ന ആശ്രണോൽ ഒട്ടും കേട്ടതേ ഇല്ല എന്നാണ്. തീരെ കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഉണ്ണി കരഞ്ഞത്? സ്ഥാനാർത്ഥി മുല കുടിക്കാൻ വേണ്ടിയിട്ട് ഉണർന്നു കഴിഞ്ഞപ്പോൾ മുല കുടിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഉണ്ണി കരഞ്ഞത്. എന്നിട്ടോ രുദൻ കരഞ്ഞുകൊണ്ട് ചരണവും ഉദക്ഷിവൽ തൻ്റെ 2 കാലം അങ്ങോട്ട് മേൽപോട്ടിട്ട് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. അതാണ് ഉറക്കാവ്. ആ അമ്മ വിളിച്ചിട്ട് കേൾക്കാൻ തുടങ്ങി ദേഷ്യം വന്നിട്ടാണ് അങ്ങനെ ഉറക്കെ കരഞ്ഞുകൊണ്ട് കയ്യും കാലിട്ട് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. ഇവിടെ വണ്ടിയുടെ അടിയിലാണ് കൊണ്ടേ കടത്തിയതെന്ന് ഇവിടെ പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണനെ കടത്തിയത് അദൃശ്യമായിട്ടുള്ള ഒരു ശകടത്തിനടിയിലായിരുന്നു എന്നും അതിൽ ഉൽക്കജൻ എന്നുള്ള ഒരു അസുരൻ ആവേശിച്ചിരുന്നു എന്നും മറ്റും ഉണ്ടല്ലോ ബ്രഹ്മാണ്ടാദി പുരാണങ്ങളെ ഉദ്ധരിച്ചിട്ട് ചില വ്യാഖ്യാതന്മാർ പറഞ്ഞ് നമുക്ക് അറിവ് നൽകണമെന്ന് പറയുകയാണ്. ഗർഗ ഇതിലൊക്കെ ഉണ്ടത്. തത്രൈവ കംസഖലനോദിത ഉൽക്കജാഖ്യോദൈത്യ പ്രപഞ്ചനതനു ശകടം ഏത്യ എന്ന ഗർഗസംഹിതയിൽ അതശയാനസ്യ ശിശോരനോൽപക പ്രവാളമുദ്വാംഗ്രിഹതം വ്യവർത്തത വിധ്വസ്തനാനാരസ കുപ്യഭാജനം വ്യത്യസ്ത ചക്രാക്ഷ വിഭിന്ന കൂപരം. എന്തുണ്ടായി? ആധാശയ ഈ വണ്ടിയുടെ അടിയിലാണ് കടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ആ ഉണ്ണിയുടെ ശിശോ അൽപക പ്രവാള മൃദു അംഗ്രിഹതം ഉണ്ണിയുടെ ആ ചെറിയ ഇളന്തളിര് പോലുള്ള കാലുകളിലെ ചവിട്ടേറ്റിട്ട് ആന ആ വണ്ടി വ്യത്യസ്ത ചക്ര അക്ഷ വിഭിന്ന കൂപര വണ്ടിയുടെ ചക്രങ്ങളും അച്ചുതണ്ടുമൊക്കെ വേർപിരിഞ്ഞിട്ട് ആ മുഖത്തണ്ടൊക്കെ ഒടിഞ്ഞിട്ട് വിധ്വസ്ത നാനാരസ കുപ്യപാച അതിലുണ്ടായിരുന്ന ആ വണ്ടിയിൽ ധാരാളം സാധനങ്ങളുണ്ടായിരുന്നു. ഗോരസങ്ങളൊക്കെ ആക്കി വെച്ചുള്ള ഓട്ടുപാത്രങ്ങളും മറ്റും തകർന്നു പോകും വിധത്തിൽ അങ്ങനെ വ്യവർത്തത തകർന്നങ്ങോട്ട് വീണു ആ വണ്ടി എന്ന് പറയുകയാണ്. ദൃഷ്ട്വാ യശോദാ പ്രമുഖാ വ്രജസ്ത്രിയ ഔത്ഥാനികേ കർമ്മണിയാൻ സമാഗത നന്ദാദയശ്ചാത്ഭുതദർശനാകുല കഥം സ്വയം വൈ ശകടം വിവല്യകാൽ ഇതി ബ്രുവന്തോതി വിഷാദമോഹിത ജനാ സമന്തൽ പരിവമൃരാർത്തവൽ. ഈ ഒടുവിലത്തെ 2 വരികൾ അപൂർവം ചില പുസ്തക ഗ്രന്ഥങ്ങളിലേ ഉള്ളൂ. അപ്പം മറ്റേ ഭാഗവത്തിലൊന്നും കണ്ടുകൊള്ളുന്നില്ല. യശോദ പ്രമുഖ വ്രജസ്ത്രീയ ഈ അവരെങ്ങനെയാണ് യശോദ അതുമാതിരിയുള്ള മറ്റുള്ള സ്ത്രീകളും ഔത്ഥാനികേ കർമ്മണി സമാഗത അവിടെ ഔത്ഥാനിക കർമ്മത്തിന് എത്തിയിട്ട് വന്നിട്ടുള്ള ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും നന്ദഗോപുരം തുടങ്ങിയിട്ടുള്ള ജനാച മറ്റു ജനങ്ങളും ദൃഷ്ട്വാ എന്താണ് ആ വണ്ടി അങ്ങനെ പൊടിഞ്ഞ് തകർന്ന് കിടക്കുന്നത് കണ്ടിട്ട് അത്ഭുത ദർശന അത്യത്ഭുതത്തോട് നോക്കി സംഭ്രാന്തരാവുകയും അതിവിഷാദമോഹിത വളരെ വർദ്ധിച്ച
വിഷമത്തോടു കൂടി തീരുകയും ചെയ്തു എന്ന് പറയുകയാണ്. കാരണം എന്താണ്, ശകടം കഥം സ്വയം വൈ വിഭജകി, ഈ വണ്ടി എങ്ങനെ ഇങ്ങനെ തന്നെത്താനം മറിഞ്ഞു എന്ന് ഇതി ബ്രുവന്ത എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തന്മാരെ പോലെ ആർത്തവൽ സമന്താൽ പരിവ്രു, കുട്ടിയുടെ ചുറ്റും അങ്ങോട്ട് ഓടിക്കൂടി എന്ന് പറയുകയാണ്. ഈ കാളവണ്ടി എങ്ങനെയാ വെച്ചാൽ നന്ദഗൃഹത്തിലേക്ക് ആഘോഷത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന വണ്ടിയാണ്. അതിലാണ് ഉൽക്കജനിച്ചുള്ളത്. ആ വണ്ടിയെ യശോദ മറ്റുള്ള വണ്ടികളുടെ ഇടയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് ചില വ്യാഖ്യാതകളൊക്കെ പറയണത്. അതുകൊണ്ടാണ് ബാലിനെ അവിടെ കടത്തിയത്. അല്ലെങ്കിൽ ബാലിനെ കടത്തിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അവിടെ വണ്ടി വന്നിട്ടുണ്ടാവുക. ഏതായാലും യശോദ ഉണ്ണിയെ കടത്തിയാൽ അദൃശ്യമായി ഉരുണ്ട് വന്നിരിക്കാനാണ് സാധ്യത. ഊജരം വ്യവസിതമതീൻ ഗോപാൻ ഗോപിശ്ച ബാലകാ രുദതാനേന പാദേന ക്ഷിപ്തമേളന്ന സംശയ. അവിടെയാണ് രസം. രുദത അനേന പാദേന ഏതൽ ക്ഷിപ്തം ന സംശയ. ആ ഉണ്ണിയെ നോക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കുട്ടികളെ കേൾപ്പിച്ചിരുന്നേ. അവരാണ് പറയണത് എന്താണ്, നിലവിളി ഈ ഉണ്ണി ഉണർന്നിട്ടേ മുല കുടിക്കാൻ വേണ്ടി കയ്യും കാലിട്ട് ഇടിക്കുന്ന സമയത്ത് ഇവനാൽ കാലുകൊണ്ട് ഇത് തകർക്കപ്പെട്ടതാണ്, സംശയിക്കാനൊന്നുമില്ല എന്ന് ബാലക അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഇങ്ങനെ അവ്യവസിതമതി ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്ന് നിത്യപ്പെടുത്താനാകാത്ത ഗോപന്മാരോടും ഗോപികളോടും ഉറപ്പിച്ച് പറഞ്ഞു എന്ന് പറയുകയാണ്. ആ കുട്ടികളത് കണ്ടു, അവർ വാസ്തവം പറഞ്ഞു. പക്ഷെ മറ്റവർക്ക് അപ്പോഴും അത് ബോധ്യമായില്ല എന്ന് പറയുകയാണ്. കാരണം എന്താണ്, നതേ ശ്രദ്ധതിരേ ഗോപ ബാലഭാഷിതമിത്യുതാ അപ്രമേയം ബലം തസ്യ ബാലകസ്യ നതേവിദോ. അപ്പോൾ ഗോപന്മാരും ഗോപികമാരും ഉണ്ടല്ലോ, അവര് തേ തസ്യ ബാലകസ്യ, അവർക്ക് ആർക്കും ആ ബാലൻ്റെ അത്ഭുത ബാലൻ്റെ അപ്രമേയം ബലം, ഒട്ടും അളക്കാൻ കഴിയാത്ത അയാളെ ശക്തി വിധു അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തേ ഗോപ അവരെല്ലാവരും ബാലഭാഷിതം ഇത് ഈ കുട്ടിയോട് പറയുന്നല്ലേ എന്ന് വിചാരിച്ച് അതിനെ ശ്രദ്ധിച്ചതേ ഇല്ല എന്ന് പറയുകയാണ്. രുദന്തം സുതമാദായ യശോദാഗ്രഹശങ്കിത കൃതസ്വസ്തേനം വിപ്രൈ സൂക്തൈ സ്തനമപായയൽ. എന്നിട്ട് വേഗം എന്ത് ചെയ്തു, ആ ദുർഗ്രഹങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്ന് പേടിച്ചുകൊണ്ടുള്ള യശോദ വേഗം ഉണ്ണി എടുത്തിട്ട് ബ്രാഹ്മണരെ കൊണ്ട് ആ മന്ത്രമൊക്കെ ജപിപ്പിച്ച് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ഉണ്ണിക്ക് അങ്ങോട്ട് മുല കൊടുത്തു. പൂർവവൽ സ്ഥാപിതം ഗോവൈർ ബലിഭി സപരിച്ഛദം വിപ്രാഹുത്വാർച്ചയഞ്ചക്രു ദധ്യക്ഷതകുശാംഭുവി. നല്ല ബലശാലികളായിട്ടുള്ള ഗോപന്മാർ ആ തകർന്ന വണ്ടിയുടെ കഷ്ണങ്ങളൊക്കെ യോജിപ്പിച്ച് അതിലെ സാമഗ്രികളൊക്കെ വേണ്ട രീതിയിൽ സ്ഥാപിച്ച് ആ ഗ്രഹശാന്തിക്ക് മറ്റുള്ള ഹോമങ്ങളൊക്കെ നടത്തി. യേസൂയാനൃതംബേഷ്യ ഹിംസാമാനവിവർജിത നദേഷം സത്യശീലാനം ആശിരോ വിഫലാകൃത ഇതി ബാലകമാദായ സാമർഗ്യജുരുപാകൃതൈ ജലൈ പവിത്ര ഔഷധിഭിർ അഭിഷിച്യ ദ്വിജോത്തമൈ വാചയിത്വാ സ്വസ്ത്യയനം നന്ദഗോപസമാഹിത ഹുത്വാ ചാഗ്നിം ദ്വിജാദിഭ്യ പ്രാതൽ അന്നം മഹാഗുണം. കേട്ടോ, അതിനുശേഷം തൈര്, അതുമാതിരി അക്ഷതം, മന്ത്രം ജയിച്ചുള്ള ജലത്തിൽ മുക്കിയിട്ടുള്ള ദർഭപുല്ല് അതുകൊണ്ടൊക്കെ ആരാധിച്ചു. ആലോചിച്ചു, എന്താണ് അസൂയ വേണ്ട, അസത്യം പറയാതിരിക്കുക, അസത്യം പറയൽ, അതുമാതിരി അഹങ്കാരം, മുൻകോപം, ഹിംസാശീലം, ദുരഭിമാനം, ഇത്തരമുള്ള ദുർഗുണങ്ങളൊന്നും ഒരിക്കലും സ്പർശിക്കാത്ത സത്യശീലന്മാരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ആശീർവാദങ്ങൾ ഒരിക്കലും വിഫലമാവില്ല. അതുകൊണ്ടാണ് ആ സമ്പന്നരായിട്ടുള്ള ബ്രാഹ്മണരെ കൊണ്ട് എന്ത് ചെയ്തു, ഋഗ്വേദം, യജുർവേദം, സാമവേദം ഇതിലൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള സൂത്രങ്ങളുണ്ടല്ലോ, അകമർഷണം, അബ്ലിംഗം, ആയുസൂക്തം, ഭാഗ്യസൂക്തം, ഇങ്ങനെയുള്ള സൂക്തങ്ങളൊക്കെ ഉണ്ടാക്കുക, ശുദ്ധീകരിച്ചുള്ള മന്ത്രങ്ങളെ കൊണ്ട് ഉണ്ണിക്ക് അഭിഷേകം ചെയ്യിച്ച് സ്വസ്തിവാചനമൊക്കെ നടത്തിച്ച് അതിനുള്ള പരിഹാര ഹോമങ്ങളൊക്കെ ചെയ്യിച്ച് ആ ബ്രാഹ്മണർക്കെല്ലാം നല്ല ഭൃഷ്ടാന്ന ഭോജനവും നൽകി. ഗാവ സർവഗുണോപേത വാസസ്രഗ്രുഗ്മമാലിനി ആത്മജാഭ്യുദയാർത്ഥായ പ്രാദാപ്തേ ചന്വയുഞ്ജത വിപ്രാ മന്ത്രവിദോ യുക്താ സ്ഥൈര്യ പ്രോക്താസ്തദാശിഷ താ നിഷ്ഫലാ ഭവിഷ്യന്തി ന കദാചിൽ അവിസ്ഫുടം. ഇങ്ങനെ
നല്ല വസ്ത്രങ്ങൾ, മാലകൾ, സ്വർണ്ണ ചങ്ങലകൾ അതൊക്കെ അണിഞ്ഞിട്ടുള്ള ആ പശുക്കളെ ഈ നന്ദഗോപര് ഈ ബ്രാഹ്മണർക്ക് ധാരാളം ദാനം ചെയ്തു. എന്തിനാണ്? തൻ്റെ പുത്രൻ്റെ അഭ്യുദയത്തെ ആഗ്രഹിച്ചുകൊണ്ട്. അവരോ അതിനായി വേണ്ട ആശീർവാദങ്ങളൊക്കെ ചെയ്തു. മന്ത്രങ്ങളൊക്കെ അറിയുന്നവർ, വിധിപ്രകാരം ജപിക്കുന്നവരാകെയുണ്ട്. അവരുടെ ആ ആശീർവാദം ഒരിക്കലും നിഷ്ഫലമാവില്ല എന്ന് സംശയമില്ലാണ്ട് പറയാൻ കഴിയുന്നതാണ്. ഏകദാരോഹമാരൂഢം ലാളയന്തി സുതം സതി ഗരിമാണം ശിശോർവോടും നസേഹേ ഗിരികൂടവൽ. അത് കഴിഞ്ഞു അടുത്ത ലീലയിലേക്ക് കിടക്കുകയാണ്. ഏകദ ഒരവസരത്തിൽ ആരോഹം ആരൂഢം സുതം ലാളയന്തി സതി, അതായത് തൻ്റെ മടിയിൽ അങ്ങനെ കയറി കളിച്ചുകൊണ്ടിരിക്കണ ആ ഉണ്ണിയുണ്ടല്ലോ, ഓമനിച്ചുകൊണ്ടിരിക്കണ സമയത്ത് പെട്ടെന്ന് ശിശോ ഗിരികൂടവൽ ഗരിമാണം, ഉണ്ണിക്ക് പെട്ടെന്ന് മടിയിലിരിക്കുകയാണല്ലോ, ഒരു പർവ്വതം മടിയിൽ വെച്ച മാതിരിയുള്ള ഭയങ്കരമായിട്ടുള്ള ഭാരം തോന്നിയിട്ട് ഓടും നസേഹേ, യശോദയ്ക്ക് ഉണ്ണിയെ മടിയിൽ എടുക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലായി. അത്ര ഘനം കൂടിയ മാതിരി തോന്നി പറയാണ്. എന്നിട്ടോ ഭൂമോ നിധായതം ഗോപി വിസ്മിതാ ഭാരപീഡിത മഹാപുരുഷമാദദ്യൗ ജഗതാമാസകർമ്മസോ. ഭാരപീഡിത ഗോപി, കനം കൊണ്ട് ക്ലേശിച്ചുള്ള ഗോപി യശോദ വിസ്മിത അമ്പരപ്പോടെ തം ഭൂമു, ആ കുട്ടിയെ വേഗം നിലത്ത് വെച്ച് ജഗതാം മഹാപുരുഷം ആദദ്യവും, ലോകങ്ങളിലെ മുഴുവൻ നാഥനായിട്ടുള്ള മഹാവിഷ്ണുവിനെ അങ്ങോട്ട് ധ്യാനിച്ചു. എന്നിട്ടോ പിന്നെ കർമ്മസു ആസ, തൻ്റെ വീട്ടുജോലികളിലൊക്കെ അങ്ങനെ ആവൃതയായി എന്ന് പറയുകയാണ്. ദൈത്യോ നാംനാ തൃണാവർത്ത കംസഭൃത്യ പ്രണോദിത ചക്രവാതസ്വരൂപേണ ജഹാരാസീനമർഭകം ഗോകുലം സർവമാവൃണ്വൻ മുഷ്ണം ചക്ഷുംഷിരേണുഭി ഈരയൻ സുമഹാഘോര ശബ്ദേന പ്രതിശോദിശ. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ കനം കൂട്ടിയത്? വേറൊരാളുടെ വരവുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മ ഇവിടെ കൂടെ നിന്ന് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവും, തനിക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനും കഴിയില്ല. അത് അമ്മ അവിടുന്ന് തൽക്കാലം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഘനം തോന്നിച്ച് അമ്മ വേഗം അവിടെ നിലത്ത് വെച്ച് വിഷമത്തോടുകൂടി അങ്ങോട്ട് പോയി. ആ സമയത്താണ് കംസഭൃത്യ നാംനാ തൃണാവർത്ത, ദൈത്യ കംസന്റെ ഭൃത്യനായിട്ടുള്ള തൃണാവർത്തൻ എന്നു പേരായിട്ടുള്ള ഒരു അസുരൻ പ്രണോദിത, കംസനാൽ അയക്കപ്പെട്ടവനായി രേണുഭി ഗോകുലം സർവം ആവൃണ്ടൻ, പെട്ടെന്ന് അങ്ങനെ ചുഴലിക്കാറ്റായിട്ട് വന്നിട്ട് പൊടിപടലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഗോകുലത്തിനെ മുഴുവൻ അങ്ങോട്ട് മൂടിക്കൊണ്ടും ചക്ഷുംഷി മുഷ്ണൻ, ജനങ്ങളുടെ കണ്ണുകളൊക്കെ പൂട്ടിക്കൊണ്ട് അങ്ങനെ ആകെ ഇരുട്ടടപ്പിച്ചിട്ടും സുമഹാഘോര ശബ്ദേന, ശബ്ദ കോലാഹലത്താൽ ദിശ പ്രദിശ ഈരയൻ, ദിക്കുകളെയും മുഴക്കിക്കൊണ്ടും എങ്ങനെയാണ് ചക്രവാതസ്വരൂപേണ, ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ആസീനം അർഭകം ജഹാര, ആ നിലത്തിരിക്കണ ആ ഉണ്ണിയെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറയുകയാണ്. അത്ര ഈ തൃണാവർത്തൻ എന്ന് പറഞ്ഞാൽ അത്ര തൃണാവർത്തൻ എന്നുള്ള പേരിന് കാരണം എന്താ വെച്ചാൽ തൃണം എന്ന് പറഞ്ഞാൽ പുല്ലാണ്. ഈ കാറ്റിൻ്റെ ചുഴലിക്കാറ്റിൻ്റെ ശക്തി കൊണ്ട് നിലത്തു നിന്നുള്ള പുല്ലുകളെ കൂടി അങ്ങനെ ഇതിൽ പറിച്ചു കൊണ്ടുപോകാൻ കഴിയും. അത്ര ശക്തികൾ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കട പുഴക്കിയിട്ട് പുല്ലുകളെ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നത്. അത്ര ശക്തികളത്തെ കൊടുങ്കാറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് തൃണാവർത്തൻ എന്ന് അദ്ദേഹത്തിന് പേരുണ്ടായത്. നാവശ്യൽ മുഹൂർത്തമവൽ ഗോഷ്ടം രജസാ തമസാവൃതം സുതം യശോദാനാവശ്യൽ തസ്മിന്യസ്തവരീയതാ. രജസാ തമസാ ച ഗോഷ്ടം മുഹൂർത്തം ആവൃതം അവൽ. ഈ രജസ, അതായത് പൊടിപടലം കൊണ്ടും അതുകൊണ്ടുണ്ടാക്കിയുള്ള കോരിട്ടാലും ഗോകുലം കുറച്ച് നേരത്തേക്ക് ആ മൂടപ്പെട്ടു പോയി എന്ന് പറയുകയാണ്. യശോദ സുതം യഥ ന്യസ്തവതി, യശോദ തന്നെ കൊടുങ്കാറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും യശോദയ്ക്ക് പരിഭ്രമമായി. വേഗം ഉണ്ണി ഇരുത്തിയടുത്തേക്ക് ഓടി വന്നു പറയാം. അവിടെ കന്നപ്പോൾ തസ്മിൻ അവശ്യൽ, ഉണ്ണി അവിടെ വെച്ചോർത്ത് കണ്ടതുമില്ല. നാവശ്യൽ കശ്ചനാത്മാനം പരഞ്ചാഭി വിമോഹിത തൃണാവർത്ത നിസൃഷ്ടാഭി ശർക്കരാഭിരുപദ്രുത. ഈ താഴത്ത് പുല്ലുകളെ മുഴുവൻ വേരോടെ പറിച്ചുകൊണ്ടത് മാത്രമല്ല, തൃണാവർത്ത നിസൃഷ്ടാഭി ശർക്കരാഭി ഉപദ്രുത. ഈ തൃണാവർത്തനാൽ പൊക്കി എന്താണ് പുൽക്കൊടികളെ മാത്രമല്ല, പുല്ലും ഇത് മാത്രമല്ല, ഇതിൽ താഴത്തെ ചരൽ കല്ലുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ കൂടി ഇങ്ങനെ ചുഴച്ചു വെച്ചിട്ട് മേലോട്ട് എറിഞ്ഞിട്ട് അതിനാൽ ദ്രോഹിക്കപ്പെട്ട് മയങ്ങിപ്പോയിട്ടുള്ള ആർക്കും തന്നെ ആത്മാനം പരം ച നവശ്യൽ, തന്നെയോ മറ്റുള്ളവരെ ഒന്നും കാണാണ്ട കൂരി ഇരുട്ടായി തീർന്നു പ്രജത്തിൽ മുഴുവൻ എന്ന് പറയുകയാണ്. ഈ തൃണാവർത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിലെ സഹസ്രാക്ഷൻ എന്ന് പറഞ്ഞുള്ള
ഒരു പാണ്ഡ്യ രാജാവായിരുന്നു അല്ലേ. അദ്ദേഹത്തിൽ അങ്ങനെ ജലക്രീഡ നടത്തുക സമയത്ത് അശ്ലീലായ രീതിയിൽ കളിക്കുന്ന സമയത്ത് ദുർവാസാവും ശിഷ്യന്മാരും അതുവഴി വന്നു. ആ ദുർവാസാവിൻ്റെ ശാപം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഈ തൃണാവർത്തനായി ജനിച്ചതെന്നും പിന്നീട് അദ്ദേഹം തന്നെ ശാപമോക്ഷം കൊടുത്തു. ഭഗവാൻ അങ്ങേക്ക് ശാപമോക്ഷം തരുന്നത് കൊടുത്തു നിൽക്കാം ബ്രഹ്മവൈവർത്ത പുരാണത്തിലുണ്ട്. ഇതി ഖരപവന ചക്രപാംസുവർഷേ സുതപദവിം അബലാവിലക്ഷ്യമാതാ അതികരുണമനുസ്മരന്യശോചൽ ഭുവിപതിതാ മൃതവത്സകാ യഥാ യഥാ ഗൗ. ഇങ്ങനെ ഇതി ഖരഭവന ചക്രപാംസുവർഷേ അത്യുഗ്രമായിട്ടുള്ള ആ ചുഴലിക്കാറ്റിൻ്റെ ശക്തി കൊണ്ട് പൊടിപടലങ്ങനെ പടർന്നിരിക്കുന്ന സമയത്ത് സുതപദവിം അവിലക്ഷ്യ തൻ്റെ ഉണ്ണിയെ എവിടേക്കാ പോയി എന്ന് കാണാണ്ട് അബല മാതാ ആ അബലയായിട്ടുള്ള അമ്മ അനുസ്മരന്തി പലതും ഓരോന്ന് ഇങ്ങനെ വേണ്ടാത്തൊക്കെ ചിന്തിച്ചിട്ട് മൃതവത്സക ഗൗ യഥ ഒരു കുട്ടി ചെത്ത പശുവിനെ പോലെ അതികരുണം അശോചൽ അതികരുണമായിട്ട് ദയനീയമാം വിധം നിലവിളിച്ചുകൊണ്ട് ഭൂവി പതിത നിലത്തങ്ങട് വീണു യശോദ. രുതിരമനുനിശമ്യ തത്ര ഗോപ്യോ വൃജമനുതപ്തതിയോശ്രുപൂർണമുഖ്യ രുരുതുരനുപലഭ്യ നന്ദസൂനും പവനൗപാരത പാംസുവർഷവേഗേ. അപ്പോഴേക്കെന്തിനായി അനു ഉപാരത പാംസുവർഷവേഗേ പവനേ ഗോ. അങ്ങനെ പെട്ടെന്ന് എങ്ങനെയാണ് മെല്ലെ മെല്ലെ പൊടിവെള്ളത്തിൻ്റെ ശക്തിയൊക്കെ ശമിച്ചതായിട്ടുള്ള കാറ്റ് വീശാൻ തുടങ്ങിയ സമയത്ത് കുറേശ്ശെ കണ്ണ് കാണാൻ തുടങ്ങി. അപ്പോൾ ഗോപ്യ രുദിതം നിശമ്യ ഗോപസ്ത്രീകളെല്ലാവരെയും യശോദര നിലവിളി കേട്ടിട്ട് അവിടെ ഓടി വന്നിട്ട് നന്ദസൂനും അവലഭ്യ അവർക്കും കണ്ണനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പം എന്ത് ചെയ്തു അനുതപ്പതീയ മനസ്സ് നൊന്നിട്ട് അശ്രുപൂർണ്ണ മുഖ്യ കണ്ണീരിൽ കുതിർന്ന മുഖത്തോടു കൂടി വൃഷം രുരുതു അവരും കൂടെ അങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി. തൃണാവർത്ത ശാന്തരയോ വാക്യാരൂപതരോ ഹരൻ കൃഷ്ണം നഭോഗതോ ബന്ധും നാശക്നോൽ ഭൂരിഭാരവൾ. വാക്യാരൂപതര ഈ ചൊള്ളിക്കാറ്റിൻ്റെ ആഗതി സ്വീകരിച്ച തൃണാവർത്തൻ കൃഷ്ണം ഹരൻ ശ്രീകൃഷ്ണനെ എടുത്തുകൊണ്ട് നഭോഗത ആകാശത്തിൽ അങ്ങനെ പൊന്തിപ്പോണ സമയത്ത് ഭൂരിഭാരവർക്ക് ഭഗവാൻ പെട്ടെന്ന് തൻ്റെ ഭാരം അങ്ങനെ കൂട്ടിയിരിക്കുകയാണ്. ഏറിയ കനം വഹിച്ചവനാകയാൽ ശാന്തരയ ശക്തിയൊക്കെ കുറഞ്ഞ് വേഗതയൊക്കെ കുറഞ്ഞ് ഗന്ധും അശക്നോൾ യാത്ര തുടരാൻ കഴിയാണ്ട പോയി എന്ന് പറയുകയാണ്. തമസ്മാനം മന്യമാന ആത്മനോ ഗുരുമത്തയാ ഗളേ ഗൃഹീത ഉത്സൃഷ്ടും നാശക്നോദദ്ഭുതാർഭകം. എന്താണ് ആത്മനകലേ ഗൃഹീത? ഈ ഉണ്ണി എന്താ ചെയ്തിരിക്കുന്നത്? തന്നെ പിടിച്ചപ്പോൾ എന്ത് ചെയ്തു? ഉണ്ണി തൃണാവർത്തൻ്റെ കഴുത്തിലാണ് കയറി പിടിച്ചെണ്ണേ. അങ്ങനെ തൻ്റെ കഴുത്തിൽ മുറുകെ പിടിക്കപ്പെട്ടതിനാൽ ആ ഇങ്ങനെ ഗുരു വർദ്ധിച്ച ഭാരം കൊണ്ടുള്ള അത്ഭുതാർഭ ആ അത്ഭുത ബാലിനെ ആശ്മാനം ഒരു പാറക്കലാണെന്ന് വിചാരിച്ചിട്ട് ഉത്സൃഷ്ടും താഴെ ഇടുവാൻ അശക്തനോ കഴിയാത്തവനായി കഴിയാൻ. കാരണം എറിയണമെന്നുണ്ട് നിർത്തിയില്ല. ഉണ്ണി കഴുത്തിൽ മുറുകെ പിടിച്ചിരിക്കുക. ഒന്നും ചെയ്യാൻ വയ്യാണ്ട് കേട്ടോ. ഗളഗ്രഹണ നിശ്ചേഷ്ടോ ദൈത്യോ നിർഗതലോചന അവ്യക്തനാവോന്യപതൽ സഹബാലോഭ്യസൂരജേ. അങ്ങനെ ആ അസുരൻ ദൈത്യ ഗലഗ്രഹണ നിശ്ചയിച്ച കഴുത്തിൽ അങ്ങനെ മുറുകെ പിടിച്ചിട്ട് ശ്വാസം മുട്ടിയിട്ട് നിർഗതലോചന തുറിച്ച കണ്ണുകളോടെ അവ്യക്തനാവാം. വ്യക്തമല്ലാണ്ട് എന്തൊക്കെ ശബ്ദിച്ചു ശബ്ദമൊന്നും പുറത്തു വരിക കഴുത്ത് ഇറുകി പിടിച്ചിരിക്കുകയല്ലേ. ബാലനോടൊപ്പം വ്യസു തൻ്റെ ജീവൻ പോയവനായിട്ട് വ്രജത്തിൽ അങ്ങോട്ട് പട്ടയേന്ന് അങ്ങോട്ട് വീണു. ആ താഴ്ത്താണ് വീണ് നിലംപതിച്ചു എന്ന് പറയുകയാണ്. തമന്തരീക്ഷാൽപതിതം ശിലായം വിശീർണ സർവാവയവം കരാളം പുരം യഥാ രുദ്രശരേണ വിദ്ധം സ്ത്രീയോരുദത്യോ ദദൃശുസമേത. അപ്പോഴാണ് അങ്ങനെയാണ് ആ പാറപ്പുറത്തായതിൽ ആ പാറ അങ്ങോട്ട് പർവ്വതം വീണ മാതിരി ആ ഉണ്ണിയോട് കൂടി താഴ്ത്തിക്കാണ്ട് വീണത്. ഏതുമാതിരി രുദ്രശരേണ വിദ്ധം പുരം യഥാ പണ്ട് ത്രിപുരന്മാരുടെ പുരം സാക്ഷാൽ പരമേശ്വരൻ്റെ അസ്ത്രം കൊണ്ട് എങ്ങനെ ഭേദിക്കപ്പെട്ടു. എന്നിട്ട് അന്തരീക്ഷാൽ ശിലായാം അതുമാതിരി ആകാശത്തിൽ നിന്ന് ഒരു പാറയിൽ പതിച്ചവനും വിശീർണ സർവ അവൻ്റെ എല്ലാ അവയവങ്ങളും അങ്ങനെ ചിന്നിച്ചെതറിയുന്നു വീഴ്ച കാരണം എന്ന് പറയുകയാണ്.
പറയാണ്. തം കരാളം രുദത്യ, ആ ഭീകരനെ രുദത്യ സമയം നിലവിളിച്ചുകൊണ്ട് അവിടെ വന്നു ചേർന്ന സ്ത്രീയെ ഗോപസ്ത്രീകള് ധരിച്ചു കണ്ടു എന്ന് പറയുകയാണ് കേട്ടോ. പ്രാദായമാത്രേ പ്രതിഹൃത്യ വിസ്മിത കൃഷ്ണം ച തസ്യോരസിലംബമാനം തം സ്വസ്തിമന്തം പുരുഷാദനീതം വിഹായ സാ മൃത്യുമുഖാൽ പ്രമുക്തം ഗോപ്യശ്ച ഗോപാഖിലനന്ദമുഖ്യാ ലബ്ധ്വാ പുനഃ പ്രാപുരതീവ മോദം. എന്നിട്ടോ തസ്യ ഉരസി ലംബമാനം കൃഷ്ണം ച, അവന്റെ മാരടത്തിൽ അങ്ങനെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് തൂങ്ങി കിടക്കണം. കൃഷ്ണം ച പ്രാതായ, കൃഷ്ണനെ വാരിയെടുത്ത് മാത്രേ പ്രതികൃത്യ, അമ്മ യശോദയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് വിസ്മിത, അത്ഭുതത്തോടെ നിന്നു പറയാണ്. ആര്? ഇവരുടെ ഗോപികമാരെല്ലാവരും. വിഹായസ പുരുഷാദനീതം, എങ്ങനെയാണ് ആകാശമാർഗത്തിലൂടെ ആസുരനാൽ ആനയിക്കപ്പെട്ടിട്ടും മൃത്യുമുഖാൽ പ്രമുക്തം, മരണത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് മോചനം ലഭിച്ചത്. അതായത് ഉണ്ണിക്കൊന്നും പറ്റിയില്ല. അങ്ങനെയുള്ള സ്വസ്തിമന്തം സുഖമായി ഇരിക്കുന്നവനുമായ ആ ബാലനെ പുനലബ്ധ തിരിച്ചു കിട്ടിയതിനാൽ ഗോപികമാരും നന്ദമുഖ്യ ഗോപാച, നന്ദഗോപരെ തുടങ്ങിയിട്ടുള്ള ഗോപന്മാരും അതീവ മോദം പ്രാപൂക്കില്ല, അവരെല്ലാവരും അത്യന്തം സന്തോഷിച്ചു പോയി. അഹോപദാത്യത്ഭുതമേഷ രക്ഷസ ബാലോ നിവൃത്തിം ഗമിതോഭ്യകൽപുന ഹിംസ സ്വഭാവേന വിഹിംസിതഖല സാധു സമത്വേന ഭയാലിഷ്യതേ. അവരുടെ ആ ചിന്തകളാണ് ഈ ശ്ലോകത്തില്. അഹോപദ, വല്ലാത്തൊരു അത്ഭുതം തന്നെയെന്നാ പറയണത്. എന്താ? ഏഷ ബാല, ഈ ഉണ്ണി രക്ഷസ നിവൃത്തിം ഗമിത, ഈ രാക്ഷസനാൽ മൃത്യുവക്രത്തിലേക്ക് ആനയിക്കപ്പെട്ടിട്ടും പുന അഭ്യകൾ വീണ്ടും മടങ്ങിയെത്തി. അത്യത്ഭുതം തന്നെ. ഹിംസ്ര പരം അന്യരെ വധിക്കാൻ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ തൽപരമായിട്ടുള്ള ഖല ദുഷ്ടൻ സ്വപാപന, താൻ ചെയ്തുള്ള പാപത്തിന്റെ ഫലമായിട്ട് വിഹിംസിത, തീരെ നശിച്ചവനായി. സമത്വേന, തന്നെ പോലെ അന്യനെയും കരുതുന്ന സാധു സജ്ജനം ഭയത്തിൽ നിന്ന് വിമുച്യതേ, മോചിതനായും തീരുന്നു. അതായത് ഹിംസാശീലന്മാരായിട്ടുള്ള ആൾക്കാരെന്താ, അവനവൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് നശിക്കണമെന്നാലോ സമഭാവനോടുകൂടിയുള്ള സജ്ജനങ്ങൾ എന്താപത്തിൽ പെട്ടാലും രക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ തത്വം. അതാണ് അപ്പോൾ അവർക്ക് ഉള്ളിൽ തോന്നിയത് കേട്ടോ. കിന്നസ്തപശ്ചീർണമധോക്ഷജാർച്ചനം പൂർത്തിഷ്ടദത്തമുദഭൂതസൗഹൃദം യൽ സംപരേത പുനരേവ ബാലകോ ദിഷ്ട്യാസ്വബന്ധുൻ പ്രണയന്നുപസ്ഥിത. അവരെന്താ ചിന്തിച്ചത്? തൻ്റെ ആ സംഭരേത ബാലക, ആ മരിച്ചുപോയി എന്ന് കരുതിയില്ല ഈ കുട്ടി, തൻ്റെ ബന്ധുക്കളെ പ്രണയൻ സന്തോഷിപ്പിച്ചുകൊണ്ട് ഉപസ്ഥിതായാൽ വീണ്ടും എത്തിച്ചേർന്നു എന്നത് ദിഷ്ട്യാ ഏവ, നമ്മുടെ ഭാഗ്യങ്ങളെ തന്നെ കൊണ്ട് തന്നെയാണ്. കാരണം നമ്മളാൽ തവ അധോക്ഷജാർജനം, അതായത് നമ്മൾ എന്തൊക്കെ തപസ് ചെയ്തിട്ടുണ്ടോ അതുമാതിരി, ഭഗവാൻ വിഷ്ണുവിനെ പൂജിച്ചിട്ടുണ്ടോ അതുമാതിരി, പൂർത്തേഷ്ടദത്ത നല്ല ധർമ്മസ്ഥാപനങ്ങൾ പണിയുക, അതുമാതിരി യജ്ഞങ്ങളൊക്കെ ചെയ്യുക, ദാനങ്ങളൊക്കെ നടത്തുക, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമാതിരി ഭൂതസൗഹൃദ ജീവികളിലൊക്കെ സൗഹാർദ്ദഭാവം നിലനിർത്തുക, അതൊക്കെ അതൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമോ? അതിൻ്റെയൊക്കെ ഫലമായിട്ടാവാം ഈ ഉണ്ണിക്ക് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇപ്പോൾ ഉണ്ണി രക്ഷിക്കപ്പെട്ടത് എന്നൊക്കെ അവർ സ്വയം തീരുമാനിച്ചു. ഇങ്ങനെ ദൃഷ്ട്വാ അത്ഭുതാനി ബഹുശോ നന്ദഗോപോ ബൃഹദ്വനേ വസുദേവ വചോ ഭൂയോ അണയാമാസ വിസ്മിത. എപ്പോഴും ഇങ്ങനെ ഈ ബൃഹദ്വനെ, ഈ നന്ദഗോപുരത്തിലെ ബഹുശ അത്ഭുതാനി ദൃഷ്ടി, ഇങ്ങനെയുള്ള അത്ഭുതങ്ങളായുള്ള സംഭവങ്ങൾ, പൂതനാമോക്ഷം, അത് ഷടാസുരവധം, തൃണാസുരവധം, ഇതൊക്കെ തൃണാവർത്തവധം, ഇതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ട നന്ദഗോപര് ഭൂയ വസുദേവവച മാനയാമാസ, വീണ്ടും വീണ്ടും ആ വസുദേവൻ പറഞ്ഞ വാക്കുകളെ ബഹുമാനിച്ചു. ഏകദർഭകമാദായ സ്വാങ്കമാരോപ്യധാമിനി പ്രസ്നുതം പായയാമാസ സ്തനം സ്നേഹപരിപ്ലുത. ഭഗവാന്റെ മറ്റൊരു ലീലയാണ്. എന്താണ്? ഒരിക്കല് ഏകത സ്നേഹപരിപ്ലുത ഭാമിനി, ആ വാത്സല്യനിധിയായിട്ടുള്ള അസാധ്യമായിട്ടുള്ള യശോദ ഒരിക്കല് ആർഭകമാതായ ഉണ്ണിയെ മടിയിൽ വെച്ചുകൊണ്ട് സ്വാങ്കം ആരോപ്യ പ്രസ്നുതം സ്തനം പായയാമാസ, ആ മുല എങ്ങനെ ചൊരന്ന് വരുന്നുണ്ട്, അപ്പം അങ്ങനെ ഉണ്ണി എങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ പായമൂല പ്രീതപ്രായസ്യ ജനനി സാ തസ്യ രുചിരസ്മിതം മുഖം ലാളയരീരാജൻ ജൃംഭതോദൃശേദം. ഇങ്ങനെ ഈ പരീക്ഷിത്തെ രാജൻ പ്രീതപ്രായസ്യ
തസ്യ ആ മല കുടിച്ച് കഴിയാറായപ്പോഴേക്കും അതിൻ്റെ ആ സന്തോഷം കൊണ്ട് ഉള്ള ആ രുചിരസ്മിത മനോഹരമായിട്ടുള്ള ആ പുഞ്ചിരി തൂകുന്ന മുഖം താളയതി ആ താലോലിച്ചു കൊണ്ടിരിക്കുന്ന സാ ജനനി ആ അമ്മ അങ്ങനെ ഉണ്ണി ആ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ണിയുടെ അങ്ങനെ ശിരസിൽ മെല്ലെ മെല്ലെ താലോലിച്ചു കൊണ്ട് ഇരിക്കുകയാണ് അമ്മ. ആ സമയത്ത് ജൃംഭത ഇതം വെച്ച് പെട്ടെന്ന് ഉണ്ണിക്ക് ഉറക്കം വന്നുകൊണ്ട് കൂട്ടുവായ ഇട്ടു എന്നാണ്. അപ്പം എന്തേ കണ്ടത്? ഇപ്രകാരം കണ്ടു എന്നാണ്. എന്താണ് ഉണ്ണിയുടെ വായയിൽ കണ്ടത്? കം രോദസി ജ്യോതിരനേകമീശ അനീകമാശ സൂര്യന്തുവന്നി ശ്വസനാംബുദിംശ ദ്വീപന്നകം തൽ ദുഹിർവനാനി ഭൂതാനിയാനി സ്ഥിരജംഗമാനി. എന്തൊക്കെയാണ് ഉണ്ണിയുടെ വായിൽ കണ്ട്? ഖം ആകാശം, രോദസി ഭൂമി, അന്തരീക്ഷം, ജ്യോതിരനീക നക്ഷത്ര മണ്ഡലത്തിലുള്ള എല്ലാ നക്ഷത്രങ്ങളും, ആശ ദിക്കുകള്, സൂര്യൻ, ഇന്ദ്രൻ, അഗ്നി, ആ വായു, ആ ജലം, സമുദ്രങ്ങള്, ദ്വീപുകള്, പർവ്വതങ്ങള്, ഇതെല്ലാം ആ പർവ്വതങ്ങളെ തദ്ദുഹിതൃ അതായത് പർവ്വതങ്ങളുടെ പുത്രിമാരായിട്ടുള്ള നദികള്, വനാനിജ വനങ്ങള്, സ്ഥിരജംഗമ സ്ഥാവരങ്ങളും ജംഗമങ്ങളായിട്ട് ഉള്ള എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ആ ഭൂതാനി യാനി എന്തൊക്കെ ഭൂതാനങ്ങളുണ്ടോ ഭൂതങ്ങളുണ്ടോ അതെല്ലാം ഉണ്ണിയുടെ വായിൽ കണ്ടു എന്നാ പറയണത് കേട്ടോ. സാവിഖ്യ വിശ്വം സഹസാരാജൻ സഞ്ജാതവേവതോ സമ്മീല്യ മൃഗശാവാക്ഷി നേത്രേ ആസീൽ സുവിസ്മിത. ഐക്യത്തെ വിശ്വം ഇങ്ങനെ ലോകം മുഴുവനും ആ ഉണ്ണിയുടെ വായിൽ കണ്ടിട്ട് സഹസാ മൃഗശാവാക്ഷി ആ യശോദ പെട്ടെന്ന് ഇങ്ങനെ മൃഗശാവാക്ഷി അതായത് മാൻകുട്ടിയുടെ പോലുള്ള ഭയചകിതായിട്ടുള്ള കണ്ണുകളോട് കൂട്ടിയിട്ട് സഞ്ജാത വേപത് വിറങ്ങലടിച്ച് സ്തംഭിച്ച് വിറങ്ങലടിച്ച് നേത്രേ സമീല കണ്ണങ്ങോട്ട് അടച്ചിട്ട് സുവിസ്മിത വല്ലാണ്ട് അത്ഭുതപ്പെട്ടവളായിട്ട് അങ്ങോട്ട് ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് ആ ഭഗവാന്റെ ഈ ആ ഭാവം യശോദയ്ക്ക് ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കണം. അതായത് ഇപ്പോൾ നേരത്തെ ഈ അസുരന്മാരെയൊക്കെ വധിച്ചത് കണ്ടപ്പോഴേ എന്തെങ്കിലും യശോദയ്ക്കൊരു പേടി ഉണ്ടായിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി, അതായത് പേടിക്കണ്ട, ഞാനാണ് ഈ എന്താണ് രാജൻ പരസ്യ പരിപൂർണതമസ്യ സാക്ഷാൽ കൃഷ്ണസ്യ വിശ്വമഖിലം കപടേന മോഹി നഷ്ടസ്മൃതി പുനരപുൽസ്വസുതേ തൃണാർത്ഥ കിം വർണ്ണയാമി സുതപോ ബഹുനന്ദപത്യ എന്ന് ഗർഗസംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ യശോദര ഈ പരിഭ്രാന്തി എങ്ങനെ ശമിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ശ്ലോകമായിരിക്കണം ഈ. അല്ലെങ്കിൽ ഇത് കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു പോയതോ. കാരണം യശോദയ്ക്ക് പെട്ടെന്നൊരു വിസ്മൃതി ഉണ്ടായിന്നും അത് വീണ്ടും പൂർവാവസ്ഥ കൈവരിച്ചു എന്നൊക്കെ ഗർഗസംഹിതയിൽ കാണാമെന്നാണ്. ചിലപ്പോൾ ഈ ഭഗവാന്റെ ഈ കോട്ടുവായലിൽ കാണിച്ച ഭഗവാന്റെ രൂപം കാണിച്ചു കൊടുത്തതിന് ശേഷമാവും പിന്നീട് ഈ അസുരന്മാരെയൊക്കെ വധിക്കലൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ അസുരന്മാരെ വധിച്ചിട്ട് ആ പേടിക്കണ്ട താൻ ഈശ്വരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കോട്ടുവായിട്ടിട്ട് ആ പ്രപഞ്ചത്തിനെ മുഴുവൻ തൻ്റെ വായിൽ കാണിച്ചു കൊടുത്തത്. ഏതായാലും അപ്പം തന്നെ കണ്ണടച്ച് ദേവി അതൊക്കെയുണ്ട് മറക്കും ചെയ്തു. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ തൃണാവർത്തമോക്ഷോ നാമ സപ്തമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.